ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരീഷിനെയാണ്. ഹരീഷ് രമ്യയും രുക്മിണിയും കൃത്യമായി വീടിന്റെ വാതിൽക്കൽ തന്നെ കൊണ്ട് ഇറക്കി വിടുകയാണ്. അല്ല, ഓട്ടോക്കാരന് നമ്മളെ അറിയാമെന്ന് തോന്നുന്നമ്മേ, കൃത്യമായി വീടിന്റെ വാതിൽക്കൽ തന്നെ വിട്ടല്ലോ എന്ന് രമ്യ പറയുന്നു. അപ്പോഴാണ് രമ്യ ഹരീഷിനെ ശ്രദ്ധിക്കുന്നത്. ഹരീഷേ, നീയോ എന്ന് രമ്യ ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാ. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ രുക്മിണി പറയുകയാണ്, നിനക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കാമായിരുന്നല്ലോ, അതെന്താ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ രുക്മിണി പറയുകയാണ്, നിനക്ക് വന്ന് താമസിക്കാം, പക്ഷേ നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ, ആ രാജുവിൻ്റെ പെങ്ങള്, അവളെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഇത് കേൾക്കുന്ന ഹരീഷ് ദേഷ്യത്തോടെ പറയുകയാണ്, അമ്മ അച്ഛനെ ഉപേക്ഷിച്ചതുപോലെ എനിക്ക് എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ആകില്ലല്ലോ, എൻ്റെ ജീവിതാവസാനം വരെ അവൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഹരീഷ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. ഋതിക ഒരു നല്ല കുട്ടിയാണെന്നും നമ്മൾ തെറ്റിദ്ധരിച്ചതാണെന്നും അവൾക്ക് എന്തോരം സ്വത്തുക്കളുണ്ട് എന്നൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പ്രിയ ചോദിക്കുമ്പോൾ നീ ഇത്ര പെട്ടെന്ന് മറുകണ്ഠം ചാടിയോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് രാധമ്മ. അതേസമയമാണ് അങ്ങോട്ടേക്ക് വേണുവും വരുന്നത്. അല്ല, നിന്റെ അമ്മായിമ്മ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ എന്ന് വേണു ചോദിക്കുമ്പോൾ അറിയില്ലെന്നും രണ്ടുപേരും കൂടി പുറത്തെവിടെയോ പോയതാണെന്ന് തോന്നുന്നെന്നും പ്രിയ പറയുന്നു. അതേസമയമാണ് രാജു ഋതികയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആഹാ, മക്കള് വന്നല്ലോ എന്ന് വേണു പറയുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഇതുവരെ മാറിയില്ലേ എന്ന് രാജു ചോദിക്കുമ്പോൾ ഒരു മാറ്റവുമില്ലെന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് വേണു. ഇത് കേട്ട് ദേഷ്യത്തോടെ രാധമ്മ അകത്തേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ രാജു പറയുകയാണ്, മേഡം ഒന്ന് നിന്നേ. അല്ല, മീര എന്ന പേര് പറഞ്ഞുകൊണ്ടല്ലേ പത്മാവതി മേഡം നമ്മളെ കാണാൻ വന്നത്? എന്തുകൊണ്ടായിരിക്കും സ്വന്തം മകളോട് അമ്മയാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് മേഡം പെരുമാറിയത്? എല്ലാം കൂടി വായിക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നു. രാജു എന്താ പറഞ്ഞു വരുന്നതെന്ന് ഋതിക ചോദിക്കുമ്പോൾ രാജു പറയുകയാണ്, എനിക്ക് തോന്നുന്നു അച്ഛന് എന്തൊക്കെയോ അറിയാമെന്ന്. നമുക്ക് പത്മാവതി മേഡത്തെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചാലോ? അത് തൽക്കാലം വേണ്ട രാജു, എനിക്ക് രാജുവിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ മേഡം എന്ന് രാജു ചോദിക്കുമ്പോൾ ഈ മേഡം എന്നുള്ള വിളി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഋതിക പറയുന്നു. ശരി, മേഡത്തിന്റെ അപേക്ഷ ഞാൻ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ മറുപടി ഞാൻ തരാമെന്ന് പറഞ്ഞ് രാജു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയൻ തന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് കൊച്ചമണി ഓഫീസിൽ വന്ന കാര്യവും കമ്മീഷൻ എല്ലാം ഇനി കൊച്ചമണിയുടെ അക്കൗണ്ടിലേക്ക് പോകൂ എന്നുള്ള കാര്യവും പറയുന്നതാണ്. എടാ, നീ എന്താണെങ്കിലും വേറെ എന്തെങ്കിലും വഴി ആലോചിക്ക്, ചെയ്ത പണിക്ക് നമുക്ക് കൂലി കിട്ടിയാലേ മതിയാകൂ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ജയൻ. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. അംബികയും ദീപകിനെയുമാണ് കാണിക്കുന്നത്. മോനെ, കാറ്റ് നമുക്കെതിരെ വീശി തുടങ്ങി. മകളെ തകർത്ത് അമ്മയെ കൽക്കട്ടയ്ക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ കരുതി എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന്. എൻ്റെ ചങ്ങലയിൽ കിടന്ന പ്രതാപനും ഇപ്പോൾ അത് പൊട്ടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാ ഞാൻ കാണുന്നത്. ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ദീപക് ചോദിക്കുമ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ലെന്ന് അംബിക പറയുന്നു. ഇവിടെ എന്തൊക്കെയോ ചർച്ചകളും തീരുമാനങ്ങളും നടക്കുന്നുണ്ട്, എനിക്കൊന്നിലും പങ്കെടുക്കാനും സാധിക്കുന്നില്ല, ഒന്നിനും തീരുമാനം പറയാനും സാധിക്കുന്നില്ല. മുമ്പൊക്കെ ഇവിടെ എന്ത് കാര്യമുണ്ടായാലും പ്രതാപൻ അത് എന്നോട് കൂടി ഡിസ്കസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ പോലും എന്നോട് ഒന്നും പറയുന്നില്ല. ഇവിടെ ഇവരുടെ എല്ലാവരുടെയും മനസ്സ് തകർക്കുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കണം, ഒരു ബോംബ് വീണാൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകൂ എന്നും അംബിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സരസ്വതി പ്രതാപനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. പ്രതാപ, ഇത് എൻ്റെ വിൽപത്രമാണ്. എന്തിനാമേ ഇതൊക്കെ ഇപ്പോഴേ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. പ്രതാപ, മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സൂര്യമംഗലം തറവാട്ട് കോവിലകം ഉൾപ്പെടെ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഋതുമോളുടെ പേരിൽ എഴുതി വെച്ചു. ഈ വിൽപ്പത്രത്തിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. പ്രതാപൻ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. കോടികളുടെ മുതലായതുകൊണ്ട് തന്നെ രാജുവിന്റെയും ഋതുമോളുടെയും അല്ലാതെ മറ്റാരുടെയും കണ്ണുകൾ ഇതിൽ പതിയാനേ പാടില്ല. ഞാൻ പറയാതെ പറയുന്ന ചില പൊരുളുകൾ പ്രതാപന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്ന് സരസ്വതി ചോദിക്കുന്നു. അമ്മേ, എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ, ഋതുമോള് വളരെ ചെറുതല്ലേ, അവള് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം ആയിട്ടില്ലല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ എടാ, അവൾക്കൊപ്പം ഇപ്പോൾ രാജുവില്ലേ, അവൻ നല്ല കാര്യപ്രാപ്തി ഉള്ളവനാണ്. പിന്നെ പ്രതാപന്റെയും എന്റെയും ഒക്കെ ഒരു മേൽനോട്ടം അവർക്കുണ്ടാകുമല്ലോ. പ്രതാപന്റെ ഒരു ഗൈഡിങ് തന്നെ ധാരാളമാണ്. രാജുവിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്ന് സരസ്വതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. രാജു വണ്ടി തുളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കൊച്ചമ്മണി. അതേസമയം അകത്തുനിന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാധമ്മ. എല്ലാവർക്കും കൂടി വെച്ചു വിളമ്പാൻ എന്നെ കൊണ്ടാകില്ലെന്നും എനിക്കാകെ 2 കൈയേ ഉള്ളെന്നും രാധമ്മ ദേഷ്യത്തോടെ പറയുന്നു. എന്താ മോളെ പ്രശ്നമെന്ന് വേണു പ്രിയയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഋതിക ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, അതാണ് കാര്യമെന്ന് പ്രിയ പറയുന്നു. ജനിച്ചത് പെണ്ണാണെന്ന് കരുതി കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് രാജു ചോദിക്കുന്നു. അതേസമയം ടെൻഷനോടെ അകത്തുനിന്ന് ഓടി വരികയാണ് ഋതിക. ക്ഷമിക്കണം രാധമ്മേ, ഞാനല്പം ഉറങ്ങിപ്പോയി. നീ ഉറങ്ങിക്കോ, 24 മണിക്കൂറും ഉറങ്ങിക്കോ, ഇത് വീടല്ലല്ലോ, ലോഡ്ജല്ലേ. അമ്മയ്ക്ക് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഇത്രയും ശത്രുതയാണെങ്കിൽ തുറന്നു പറയാമേ, ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ രാജു ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.